നമസ്കാരം, വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിലൂടെ ശ്രദ്ധയാകർഷിച്ച വയനാട്ടിൽ കനത്ത പോളിംഗ്. കഴിഞ്ഞ 20 വർഷത്തെ ഏറ്റവും മികച്ച പോളിംഗ് ആണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിച്ച റിപ്പോർട്ടുകൾ പ്രകാരം വയനാട്ടിൽ 61% മുകളിൽ വോട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വയനാട് മണ്ഡലത്തിലെ 24 ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീനുകൾ കേടായെങ്കിലും അതിനെ മറികടന്നും മികച്ച പോളിംഗ് ആണ് വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തിയതോടെ രാജ്യത്തെ തന്നെ സ്റ്റാർ മണ്ഡലമായി വയനാട് മാറി. വൻ പോളിംഗ് ശതമാനം ആർക്ക് ഗുണം ചെയ്യും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇത്തവണ രാഹുൽ ഗാന്ധി റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വയനാട്ടിൽ നിന്നും വിജയിക്കുമെന്നാണ് കോൺഗ്രസിന്റെ അവകാശവാദം. ഔദ്യോഗിക കണക്കനുസരിച്ച് വയനാട് മണ്ഡലത്തിലെ 13,57,819 വോട്ടർമാരിൽ 6 ലക്ഷത്തിലധികം വോട്ടർമാർ ഇതിനോടകം തന്നെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു കഴിഞ്ഞു. അതേസമയം പതിവിന് വിപരീതമായി വയനാട് ജില്ലയിൽ തുടക്കം മുതലേ നല്ല പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ മലപ്പുറം ജില്ലയിലെ നിയോജക മണ്ഡലങ്ങളിൽ പോളിംഗ് അല്പം മന്ദഗതിയിലായിരുന്നു. കൽപ്പറ്റയിലും മാനന്തവാടിയിലും ഇത്തവണ ശക്തമായ പോളിംഗ് ആണ് നടന്നത്. അതേസമയം നിലമ്പൂരിലും വണ്ടൂരിലും പോളിംഗ് മെല്ലെയായത് UDF ക്യാമ്പുകളെ അലോസരപ്പെടുത്തുന്നുണ്ട്. പോളിംഗ് ബൂത്തിൽ വോട്ടർമാരുടെ നീണ്ട ക്യൂ ആണെന്നും പോളിംഗ് നടപടികൾ മന്ദഗതിയിലായതിനാലാണ് പ്രശ്നത്തിന് കാരണമെന്നുമാണ് UDF നേതാക്കൾ വിലയിരുത്തുന്നത്. അതേസമയം വോട്ടിംഗ് യന്ത്രത്തിന്റെ തകരാർ മൂലം പോളിംഗ് പലതവണ തടസ്സപ്പെട്ടതിനാൽ കൊയിലാണ്ടിക്ക് സമീപം പുളിയഞ്ചേരി UP സ്കൂളിലെ ബൂത്തിൽ വോട്ടെടുപ്പ് രാത്രി 11 മണി വരെ നീട്ടാൻ വരണാധികാരിയായ കളക്ടർ സാംബശിവറാവു നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് മൊത്തത്തിൽ ഇത്തവണ മികച്ച പോളിംഗ് ശതമാനമാണ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വോട്ടിംഗ് ഈ വിധത്തിൽ പുരോഗമിക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇക്കുറി റെക്കോർഡ് പോളിംഗ് നടക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. 2014 സംസ്ഥാനത്ത് 74.02% പോളിംഗ്. വയനാട്ടിൽ ഇക്കുറി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തന്നെ വിജയിക്കുമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ശബരിമല വിഷയം പല സ്ഥലങ്ങളിലും സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയാകും. വയനാട്ടിൽ രാഹുൽ ഗാന്ധി വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. അതേസമയം NDA സ്ഥാനാർത്ഥിയും മകനുമായ തുഷാറിന്റെ കാര്യത്തിൽ തനിക്ക് അറിയില്ലെന്നും വെള്ളാപ്പള്ളി പ്രതികരിച്ചു. തുഷാറിനൊപ്പം വോട്ട് ചെയ്ത് മടങ്ങും വഴിയായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. മെയ് 23 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തുവരുമ്പോൾ കേന്ദ്രത്തിൽ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, വൺ ഇന്ത്യ മലയാളം.